നീരാർ ഡാമിൽ നിന്ന് മുകളിലേക്ക് 8 കിലോമീറ്റർ നമ്മൾ മുകളിലേക്ക് വന്നപ്പോൾ നമ്മളിവിടെ ചിന്നക്കല്ലാർ ഡാമിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള ഡാം. ഇവിടുന്ന് താഴോട്ടാണ്. ഇവിടുന്ന് ഈ ഡാം തുറന്നു വിടുമ്പോഴാണ് നീരാർ ഡാമിലെത്തുന്നത്. അത് തുറന്നു വിടുമ്പോഴാണ് നമ്മൾ ഇടമലയാർ ഡാമിലേക്ക് എത്തുന്നത്. അതിന് അങ്ങോട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂവേഷൻ ഉണ്ട്. ഇതൊരു ചെയിൻ പോലെ കിടക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ ഈ ചെറിയ തോടുകളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഇത് ആൾക്കാർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് നമ്മൾ കുപ്പിയിൽ നിറച്ചാൽ കുടിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അത്രയും നല്ല പ്യൂറസ്റ്റ് ആയിട്ടുള്ള വെള്ളം ആണ് ഇവിടെ കിട്ടുന്നത്. മാത്രമല്ല മറ്റ് ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ എപ്പോഴും കുറച്ച് ആൾക്കാരുടെ ബഹളവും ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് വളരെ ജെനുവിനായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമുണ്ട്. ശരിക്കും പ്രകൃതി നേച്ചറിനോട് ചേർന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഇടമലയാർ ഡാമിൻ്റെ ഏരിയ വളരെ നല്ലതാണ്. മാത്രമല്ല ഇതിൻ്റെ യാത്ര അതിലേറെ മനോഹരമാണ്. വന്യമൃഗങ്ങളെയും കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര കൂടിയാണ്. നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു നിമിഷം മൊബൈൽ ഫോൺ ഓഫായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തോ പോലെയാണ്. അങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മളിവിടെ വന്നപ്പോൾ ഒരു മൊബൈലും ഇവിടെ വർക്ക് ചെയ്യത്തില്ല. എല്ലാ കമ്പനിക്കാരുടെ മൊബൈലും നമ്മൾ ചെയ്തു നോക്കി, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവരുടെ പോസ്റ്റ് ഓഫീസായത്. ഇത് പോസ്റ്റ്മാൻ വരും, ലെറ്റർ കൊണ്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ലെറ്റർ അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകും. ഇതുവഴിയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. മൊബൈൽ ഫോൺ ഇവിടെ വർക്ക് ചെയ്യത്തില്ല. ഒരു കമ്പനിയുടേതും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഒന്നിനും റേഞ്ചില്ല. അപ്പോൾ ഞങ്ങൾ രാമേശ്വരത്ത് പോയപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അങ്ങേ അറ്റത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ഞങ്ങൾ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളിവിടെ വന്നപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഈ ഏരിയയിലുള്ള ആൾക്കാർക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇത്തരം ഉൾ ഏരിയകളിൽ കമ്മ്യൂണിക്കേഷൻ എത്തിക്കാൻ വേണ്ടി നമ്മളുടെ സർക്കാരുകൾ എടുക്കുന്ന ഒരു എഫർട്ടും നമ്മൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാര്യം ഇവിടെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പോസ്റ്റ്മാനെ അവിടെ നിന്ന് ഇവിടെ വിട്ട് ഇതിനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ എല്ലാ കോർണറുകളിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എത്തിക്കുന്നു എന്ന് പറയുന്നതും ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ ചിന്നക്കല്ലാർ ഡാം കാണാനാണല്ലോ ഇവിടെ മുകളിൽ വന്നത്. പക്ഷേ ആ വരുന്ന വഴി നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം വ്യത്യസ്തമായിരുന്നു. ഈ പോസ്റ്റ് ഓഫീസ് കണ്ടു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ ഒരു സ്ഥലം വന്ന് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതുണ്ടല്ലോ, നമ്മൾ കാശ്മീരിലെ പെഹൽഗാം എന്ന് പറയുന്ന സ്ഥലം ഏരിയ ഏതാണ്ട് ഇതുപോലെയാണ്. കുറച്ചുകൂടെ വൈഡാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കണ്ട യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമുക്ക് അവിടെ കാറിട്ടിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഈ നടന്നു പോകുന്ന ഏരിയയിലും ഇതുപോലെ ചെറിയ അരുവികളൊക്കെ ഉണ്ട്. അതിനപ്പുറത്തൊക്കെ ഒരു ചെറിയ ബ്രിഡ്ജ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ പോയി നടന്ന് ആ സ്ഥലത്ത് എത്തുന്നത് തന്നെ നല്ലൊരു എക്സ്പീരിയൻസാണ്. ചിന്നക്കല്ലാർ വാട്ടർഫോളിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ പുറകിൽ കാണുന്നത് പോലെ ഇത് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ചൂടിൻ്റെ ഏറ്റവും അധികം കാഠിന്യമുള്ള സമയമാണ്. അല്ലെങ്കിൽ ഇത് നിറഞ്ഞ് കവിഞ്ഞൊഴുകി ഇതിൻ്റെ പുറത്തുകൂടെയൊക്കെ
വെള്ളം പോകുന്ന അവസരമാണ് നമ്മൾ യഥാർത്ഥത്തിൽ വെള്ളം ശരിക്കുള്ള സമയത്ത് വന്നാൽ കിട്ടുന്നത്. ആ സമയത്ത് നമുക്ക് അടുത്തോട്ട് വരാൻ പറ്റത്തില്ല, ദൂരെ നിന്ന് നോക്കിയിട്ട് വരും. ഇതിൻ്റെ പുറത്തൂടെയൊക്കെ വെള്ളം പോകുന്ന സമയമായിരിക്കും. എന്നാലും നമുക്ക് വരുന്ന സമയത്ത് ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ചിന്നക്കല്ലാർ വാട്ടർഫോളാണ്. ഇത് ഇവിടെ ഒരു ഡാമും ഉണ്ടല്ലോ, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഡാമിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം. ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഈ കാട്ടിൻ്റെ അകത്തും കാട്ടിൻ്റെ ഭംഗികളും എല്ലാം നോക്കിയിരിക്കാം. പക്ഷെ ഇവിടെ ചക്കയൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ അടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. നല്ല ശരിക്കും ചക്ക പിടിച്ചിരിക്കുന്ന ഒരു മരം കൂടിയുണ്ട് ഇതിനകത്തുണ്ടല്ലോ. അപ്പോൾ ഈ ആനകളൊക്കെ വന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ചില യൂട്യൂബിലൊക്കെ ആനകൾ വന്നിട്ട് ചക്ക പറിക്കുന്നത്. ഇത് പിന്നെ കാടിനകത്തുള്ളതാണല്ലോ, കാടിനകത്തുള്ള ചക്ക ആണ് ഈ കാണുന്ന പ്ലാവുകളാണ് കാണുന്നത്. മാത്രമല്ല നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ ഉള്ളു. വളരെ സുഗമമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെയൊക്കെ ഇറങ്ങി കുളിച്ച് നല്ല പ്യുവർ വെള്ളമാണ്. ഇതെല്ലാം കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളമെന്നാണ് പറയുന്നത്. ഇത് ഏറ്റവും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇതാണ്, ആദ്യത്തെ വെള്ളമാണ്. അപ്പോൾ പൊല്യൂഷൻ ഇല്ല. അത്രയും ഭംഗിയുള്ള ഈ സ്ഥലം നമുക്ക് ഏത് സമയം വേണമെങ്കിലും വന്ന് ആസ്വദിക്കാവുന്നതാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മൾ വേറൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടു, രാമർജി. ബൈ ചാൻസിലാണ് പരിചയപ്പെടാൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രിയാണ് കണ്ടത്. രാത്രി കാണുമ്പോൾ രണ്ട് വലിയ ബാഗുമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അതിനകത്ത് നോക്കിയപ്പോൾ എന്തായിരുന്നു, ഈ നമ്മളെ പടക്കങ്ങളാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഈ പടക്കം കൊണ്ടിങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു. എന്തിനാ പടക്കം കൊണ്ടാണെന്നത്? ആണന്റെ ശല്യവും കടുവന്റെ ശല്യവും ചിറുത്ത കരടി എല്ലാ ആനിമൽസ് ഉണ്ട്. ഉണ്ടല്ലേ? ഇല്ലാത്ത സാധനവും സിംഹം മാത്രമല്ല, ബാക്കി എല്ലാ സാധനവും ഉണ്ട്. ഇവിടൊക്കെ വെറുതെ കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രം കയറി കഴിഞ്ഞ് വരുമ്പോൾ ഒക്കെ പുറത്ത് തന്നെ കയറുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിൽക്കല്ല, ഉള്ളിലോട്ട് പോയിരുന്നു. ഈവനിങ്ങിൽ വരും. കുടിക്കാനായിട്ട് ഇവിടെ തന്നെ ആനിമൽസും ചാടി വരുന്നത്. രാമജി ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത് ഇവിടെ. അപ്പൊ ഇരിക്കുന്നത് കേരളത്തില്. ഇപ്പൊ താമസിക്കുന്നത് കേരളത്തിലാണ്. ഓക്കെ. അത് എവിടെ താമസിക്കുന്നത്? മലക്കപ്പാറയിലാണ്. അതിരപ്പള്ളി പഞ്ചായത്തിലാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ജനിച്ചു വളർന്നപ്പോഴേ അപ്പൊ നമ്മൾ കൂടെ ഇങ്ങനെ കേൾക്കാറുണ്ട്, കടുവ ഇറങ്ങുന്നു, മനുഷ്യരെ കുട്ടികളെ പിടിച്ചോണ്ട് പോകുന്നു എന്നൊക്കെ പറയും. അതൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ? ഓക്കെ. പട്ടീനെ പിടിക്കാൻ പറഞ്ഞത് ചെറിയ കുച്ചിനെ കണ്ട അപ്പൊ തന്നെ പിടിച്ചോണ്ട് പോകും. അങ്ങനെയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ വന്നപ്പോഴത്തേക്ക് തേയിലത്തോട്ടമാണല്ലോ. ഞങ്ങൾ വന്ന വഴിയെല്ലാം തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടോ മുമ്പ്? ഉണ്ടല്ലേ? ഇപ്പോഴും അതന്നെ പണി. ഇപ്പോഴും കിടന്നാൽ നമുക്കറിയില്ല. മരുന്നടിക്കുന്നത്, കൊളുന്നത്, നുള്ളുന്നത്, മൃഗങ്ങൾ ഇരിക്കുന്നത് നമ്മൾ ഒച്ച കണ്ടിട്ട് അത് മാറിപ്പോകും. അങ്ങനെയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പം എങ്ങനെയാണ് ഈ ഇപ്പോൾ ആ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്? ആൾക്കാർ കുറഞ്ഞു? ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയി നാട്ടിൻപുറത്ത് പോയി. ഇപ്പോൾ വന്നിരിക്കുന്നതൊക്കെ ജാർഖണ്ഡ്, അസം, ഇവിടുത്തെ ആൾക്കാരെ ഇവിടെ പണി ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാർ ആരുമില്ല. ഒരു 5 കുടുംബം, 8 കുടുംബം, 10 കുടുംബം ഏരിയ അവിടെ. ഓക്കെ. ഇപ്പം ഇത് ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യുകയാണോ? ഇത് ഡെവലപ്പ് ഇപ്പോൾ കുറേ കാട് വെട്ടാൻ ആളില്ല, പണി ചെയ്യാൻ ആളില്ല. വെറുതെ കിടക്കുന്നു, ഒക്കെ വെട്ടിക്കളയണം. അല്ല, ഈ മൃഗങ്ങളുടെ ശല്യം, ഈ ആനകളുടെ ശല്യം എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ. അത് ഏത് സമയം കിടന്നു ഉറങ്ങാനോ പറ്റില്ല. നൈറ്റ് മുഴുക്കെ മിക്സ് തന്നെ ഇറങ്ങണം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വീട് കണ്ടു. അപ്പോൾ പറഞ്ഞത് ആന വന്ന് പൊട്ടിച്ചതാ എന്ന് പറയുന്നത്. സ്കൂള്, അംഗനവാടി, ഇവിടെ ഇരിക്കുന്ന മസ്റ്റൂള്, ഇതൊക്കെ അടിച്ച് പൊളിച്ച് ഇപ്പം ഒരു സ്ഥലമോ ഒരു ഇതുമില്ല. അപ്പോൾ ഈ ഏരിയയിൽ ഇപ്പോൾ പരമ്പരാഗതമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, താങ്കളെ പോലെയുള്ള ആൾക്ക് കൊച്ചിലേ ഇവിടെ ജനിച്ചു വളർന്ന ആൾ. അപ്പോൾ 5 കുടുംബം, 6 കുടുംബം. അപ്പോൾ എന്നും ഈ പേടിയോടുകൂടി തന്നെയാണോ? ഏത് സമയം പേടിയുണ്ട്. അത് ശരിയല്ലേ? നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്, ദൈവത്തിന്റെ കയ്യിലാ. അല്ല, ഈ കുട്ടികളൊക്കെ പുറത്തു പോകുമ്പോഴേ നമുക്ക് സൂക്ഷിച്ചു വിടണം. അതെങ്ങനെ സൂക്ഷിച്ചു വിടാൻ പറ്റും? ഇതൊക്കെ എവിടെയാ ഒളിച്ചിരിക്കുന്നത്? ഇങ്ങനെ ചാടിപ്പോയാ അവിടെ കിടക്കും, അപ്പൊ തന്നെ കയറിപ്പിക്കും. അങ്ങനെയാണ്. ഞാൻ ഏതായാലും അവിടെ നിന്ന് ഇവിടം വരുന്ന ഒരു നല്ല നടത്തമുണ്ട്. നല്ല ക്ഷീണമായി. നമുക്കിവിടെ എന്തോ ഒരു പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് മേടിച്ച് കഴിച്ചു നോക്കാം. ഓക്കെ. ഇത് പൈനാപ്പിൾ തന്നെ? പൈനാപ്പിളാ? മലയാളിയാ? മലയാളമാ? എന്താ, കോഴിക്കോടാ? ഞാൻ വിചാരിച്ചു തമിഴാണെന്ന് വിചാരിച്ചു.
എത്ര നാളായി ഇവിടെ വന്നിട്ട്? 35 കൊല്ലായി. ആ 35 കൊല്ലമായിട്ട് ഇവിടെ ഇപ്പോൾ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ടോ? ടൂറിസ്റ്റ് തന്നെ വരുന്നുണ്ട്. 2 മാസം ടൂറിസ്റ്റുകൾ ഉണ്ടാവും. 2 മാസം. ഇവിടെ വെള്ളം കുറച്ചുകൂടെ കൂടുതൽ വരുമല്ലേ? ഇപ്പോൾ വെള്ളം കുറവ്. മഴയല്ലേ, മഴ വരുമ്പോൾ നല്ല വെള്ളം ഉണ്ടാവും. ഇവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോഴാണ് ടൂറിസ്റ്റുകൾ കൂടുന്നത്. അപ്പൊ കൂടൂല. മെയ് ജൂൺ സ്കൂൾ തുറക്കുമല്ലോ. വെക്കേഷൻ ലീവ് ഉണ്ടെങ്കിൽ മാത്രമേ. അപ്പൊ ജൂൺ വരെ വരത്തുള്ളൂ. അതെ. അപ്പൊ ഇവിടെ എവിടെ താമസിക്കുന്നത്? എവിടെ? ഗവൺമെന്റ് വീട് ബാക്കിലുണ്ട്. ഗവൺമെന്റ് വീട്? തമിഴ്നാട് ഗവൺമെന്റ് വീട് തരും. വീട് തരും. നമുക്ക് 60 വയസ്സ് വരെ കൂടെ എസ്റ്റേറ്റിൽ പണി ചെയ്യാം. അത് കഴിഞ്ഞാൽ റിട്ടയർഡ് ആകും. പൈസ തരും. അപ്പോഴും അവിടെ വീട്ടിൽ താമസിക്കാമോ? റിട്ടയർഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. റിട്ടയർഡ് ആയ പൈസ പൈസകൾ കിട്ടിയാൽ നമുക്ക് നമ്മുടെ നാട്ടുകളിൽ അവിടേക്ക് പോകാം. നാട്ടിൽ പോകണം. അങ്ങനെയാണ്. ഇവിടെ തേയിലത്തോട്ടം ഇതെല്ലാം ഗവൺമെന്റ് തേയിലത്തോട്ടമാണ്. ഗവൺമെന്റ് സ്ഥലമാണ്. ഓ, സാധാരണ ഇവിടെ വരുമ്പോൾ തേയിലത്തോട്ടത്തിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ജോലി ചെയ്യുന്നതാണ്. ഇപ്പൊ ആരും കാണുന്നില്ല, കുറച്ച് ആൾക്കാരാണ്. അതിപ്പോ മറ്റേ തനിയാർ എസ്റ്റേറ്റിലുണ്ട്. തനിയാർ എസ്റ്റേറ്റ് ഇവിടെ ഗവൺമെന്റില് ഇതൊക്കെ ഇപ്പൊ കാടായി പോയില്ലേ. ഓ, ഇതൊന്നും കട്ട് ചെയ്യുന്നില്ല ഇപ്പൊ. ജോലിക്കാരില്ലാത്തോണ്ടാണ്. ജോലിക്ക് ആള് കുറവാ. ഏതായാലും എന്നാ തിരിച്ച് പാലക്കാട്ട് പോണത്? ഇപ്പോൾ തമിഴ്നാടാണ് നമ്മളെ സ്ഥലം. ഇവിടെ എല്ലാം അറിയാവുന്ന സ്വന്തം സുഹൃത്തുക്കളും എല്ലാം ഇവിടെയാണ്. എല്ലാവരെയും പരിചയക്കാർ ഇവിടെയാണ്. എല്ലാ പരിചയക്കാരെല്ലാവരും ഉണ്ട്. എല്ലാവരും പോയി കഴിഞ്ഞു. കുറച്ച് ആൾക്കാരുള്ളൂ ഇവിടെ. റിട്ടയർഡ് ആയി നാട്ടുകളിലേക്ക് അവിടെ പോയി സ്വന്തം സ്ഥലങ്ങളിലേക്ക് മേടിച്ചിട്ട്. ഇതിന് എത്ര രൂപ? 30 രൂപ. ഓ, ലാഭമാണല്ലേ. അപ്പോൾ ഒരു 3 എണ്ണം എടുക്കും. ഞങ്ങൾ കുറച്ച് പേരും 3 എണ്ണം നമ്മളെടുക്കാം. 3 എണ്ണം നമ്മളെടുക്കാം. ഓക്കെ. 2 എടുക്കണം ഇവിടെ. ഒന്നേ അടുത്തല്ലോ. പൊടിയൊന്നും വേണ്ട. അത് മതി. നമ്മളിപ്പോൾ ചിന്നക്കല്ലാർ ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ആദ്യത്തെ ഡാം. കാണാമല്ലോ, അത്ര വലിയ ഡാമല്ല, ചെറിയ ഡാമാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയതാണ്. ഇതിന് അങ്ങോട്ടാണ് ബാക്കി ഡാമുകളെല്ലാം ഉണ്ടായത്. അതെല്ലാം ഇന്ത്യൻ ഭരണത്തിന് ശേഷം ഉണ്ടാക്കിയ ഡാമുകളാണ്. ഇത് നമുക്ക് കാണാൻ പറ്റും. ആ ബ്രിട്ടീഷിൻ്റെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ മുല്ലപ്പെരിയാർ ഡാം പോലെ സുർക്കിയിലൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പക്ഷേ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കംപ്ലൈൻറ്റും വരേണ്ട കാര്യമില്ല, അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും തിക്ക് ഫോറസ്റ്റ് ആയിരുന്നു. നിങ്ങളിവിടെ ജനിച്ചു വളർന്നതല്ലേ, അതുകൊണ്ടാണ് പറയുന്നുണ്ടല്ലേ. അന്ന് ഉണ്ടായിരുന്നേക്കാൾ എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? അന്ന് മൃഗങ്ങൾ കുറവ്. ഓ, അന്ന് മൃഗങ്ങൾ കുറവ്, ഇന്ന് മൃഗങ്ങൾ കൂടി. അയ്യോ, ഞങ്ങൾ വിചാരിക്കുന്ന എപ്പോഴും അന്ന് മൃഗങ്ങൾ കൂടുതലും ഇപ്പം മൃഗങ്ങൾ കുറവ് എന്നാണല്ലോ. അന്ന് വന്ന് ചിരത്തെ മറ്റേ കടുവയൊക്കെ കണ്ടില്ല. ഓ, ഇല്ല ഇല്ല, ആന മാത്രമേ ഉണ്ട്. അതും കൊള്ളത്തിന് 1 പ്രാവശ്യം വരും, അത്രേ ഉള്ളു. ആ അയ്യപ്പന്റെ ക്ഷേത്രത്തിന് നടത്തുമ്പോഴല്ലേ, ആ സമയം മാത്രം ആന ഇവിടെ ഉണ്ടാവും. ഓ, എല്ലാ സമയവും ഉണ്ടാകില്ല, വരില്ല.
അതേപോലെ കാട്ടുപോത്ത് മൃഗങ്ങൾ അതേപോലെ തന്നെ അത് എവിടെയെങ്കിലും ഉണ്ടാകും, ഇവിടെ ഇല്ല. ഇത് മുമ്പ് ഒരുപക്ഷെ റോട്ടിൽ കിടക്കും ഞങ്ങള്, നൈറ്റിലെ റോട്ടിൽ കിടക്കും, ഒരു കുഴപ്പമില്ല, പേടിയില്ല. ഇപ്പൊ റോട്ടിൽ കിടന്നാൽ അപ്പൊ കടിച്ചോണ്ട് പോകും. അപ്പോൾ ഞാൻ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, മുമ്പ് ശരിക്കും വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞതാണെന്ന്. അല്ല, ഇപ്പൊ കൂടി. ഒരുപക്ഷെ നമുക്ക് കാടെല്ലാം ഇങ്ങനെ വെട്ടിത്തെളിച്ച് ആൾക്കാർ കൂടുതൽ താമസിക്കുമ്പോൾ അതിന് സ്ഥലം കുറഞ്ഞുകൊണ്ട് വന്നതും ആവാം, അറിഞ്ഞൂടാ അല്ലേ? അങ്ങനെയാവും. അങ്ങനെയാവുന്ന ഇപ്പൊ വെട്ടിത്തെളിച്ച് ഇപ്പൊ കൂടുതൽ കാട് പിടിച്ചല്ലേ, കാട് പിടിച്ചു. അപ്പൊ പണ്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു 12 അണാന്ന് പറയും പൈസ ഒരു ദിവസം കൂലി. അണാന്ന് പറയും തമിഴില്. അതായത് ഇപ്പൊ 75 പൈസ എനിക്ക് മണ്ണ് ചമന്ന് കാങ്കട്ട് ചമന്ന 75 പൈസ കൂലി എനിക്ക് ചെറുപ്പത്തിൽ. ഒരു 10 വയസ്സിൽ നിന്ന് ഞാൻ പണി ചെയ്തു. മുമ്പൊക്കെ 75 പൈസയാണ് നമ്മളെ കൂലിയായിരുന്നത്. ഇപ്പൊ 1000 മുകളിലായില്ലേ? അവിടെ എസ്റ്റേറ്റ് ഒന്ന് 500 ഓക്കെ, അങ്ങനെ ആയിട്ടുണ്ട്. ഏതായാലും അരി കിട്ടുന്നത് 3 പടി അരി കിട്ടും ഒരു കുടുംബത്തിന്. ഓക്കെ, 3 പടി അരി വെച്ച് അവര് തരും. ഡെയിലി ആണോ വീക്കിലി ആണോ? ഒരു വീക്കിലേക്ക് തരും. അത് ഇനഫ് ആണോ? തികയില്ല. ഒരു മാസത്തിന് ഒരു പ്രാവശ്യം അരി കൊണ്ടുവരും. അത് 3 പടിയാ ഒരു കുടുംബത്തിനെ കൊടുക്കുന്നത്. അപ്പൊ ഈ കോതമ്പ്, ചോളം, ധാന്യം ഇതിന് വെച്ചിട്ടാ കഴിച്ചിട്ട് നമ്മൾ ജീവിതം. കിളങ്ങിന്റെ ഐറ്റം. അങ്ങനെയാണല്ലേ? അത് ചീനിവാളം എന്ന് പറയും. അങ്ങനെയൊക്കെ. അല്ല, ഇപ്പൊ മുമ്പത്തെക്കാൾ ജീവിതത്തിന്റെ ഒരു നിലവാരം മാറിയില്ലേ? മാറി ബെറ്റർ ആയില്ലേ? മൊത്തം മാറി. ഇപ്പൊ എല്ലാവരും പണ്ടത്തെ പോലെ ശരീരമൊക്കെ രോഗം കൂടുതലുണ്ടല്ലേ? രോഗങ്ങളില്ലേ? അതിന്റെ തീറ്റ ശരീരത്തിന് നല്ല പുഷ്ടി. അല്ല, അതെന്ന് പറയുന്നത് മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് നാച്ചുറലായിട്ട് വളരുന്ന ഇലകളും കെമിക്കലില്ല. കെമിക്കൽ വരുമ്പോഴാണല്ലോ നമുക്ക് രോഗങ്ങൾ വരുന്നത്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസം ഉണ്ട്. നമ്മൾ തിരിച്ചും ആ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ രോഗങ്ങൾ കുറയും അല്ലേ? ഗവൺമെന്റ് വിടില്ല. അപ്പൊ ഇവിടെ തന്നെ നമ്മളെ ലൈഫ് ഇവിടെ തന്നെയാണ്. ഏതായാലും വളരെ സന്തോഷം, കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. താങ്ക് യു. ഞങ്ങൾ വാൽപ്പാറയിൽ നിന്ന് 10 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ട് വാഗമലയിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിന് സൂയിസൈഡ് പോയിൻ്റ് എന്നും പറയും. ആ അറ്റത്താണ്, അവിടെയാണ് കാണുന്നത്. നമുക്ക് അവിടം വരെ കാറ് വന്നതിന് ശേഷം പിന്നെ ജീപ്പിലാണ് ഇങ്ങോട്ട് പോകാനുള്ളത്. നമ്മൾ കാറ് ഇതിനകത്തോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഏതായാലും അങ്ങനെ ഒരു അഡ്വഞ്ചറിന് മുതിരുന്നില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ജീപ്പ് കിട്ടും. ജീപ്പിൽ അവിടം വരെ പോയി കഴിഞ്ഞാൽ ആ ഏരിയയിൽ പോയി അവിടെ വ്യൂ പോയിന്റ് നിന്ന് കഴിഞ്ഞാൽ
നമുക്ക് ഒരു പനോരമിക് വ്യൂ തന്നെ കിട്ടും. കേരളത്തിൻ്റെ യഥാർത്ഥത്തിൽ അങ്ങ് എറണാകുളം അങ്ങ് ആ ഏരിയ വരെ കാണാമെന്നാണ് പറയുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് കേരളത്തെ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റിയ ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്.